അപ്പൊ തൊഴിലാളി പ്രശ്നമാണെന്ന് ഉറപ്പായി. മാവേലി ഇതും സാഗമാരെ തലയിലായോ? ಆಮೇಲೆ ಹುಷಾರಾಗಿರೋ ಅವನ ಕಥೆಯನ್ನು ನಿನಗೆ ಗೊತ್ತಾಗಿಲ್ಲ, ನಿನ್ ತಲೆ ಮೇಲೆ ಬಂದ್ಬಿಡುತ್ತೆ. ಗೊತ್ತಾಯ್ತಾನೋ? വ്യത്യസ്ത ലുക്കിൽ ചെമ്പൻ വിനോദും ലുക്കുമാനും. അഞ്ചക്കള്ളക്കോക്കാൻ മാർച്ച് 15-ന് നടൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ചെമ്പൻ വിനോദ് ജോസ് നിർമ്മിക്കുന്ന പുതിയ ചിത്രമാണ് അഞ്ചക്കള്ളക്കോക്കാൻ. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ പേരാണല്ലോ. ചെമ്പൻ വിനോദ്, ലുക്കുമാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മാർച്ച് 15-ന് തിയേറ്ററുകളിൽ എത്തും. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ അമ്മയുടെ വീടല്ല. രാത്രി പണി എനിക്ക് ചാപ്ലയുടെ എസ്റ്റേറ്റിൽ ജോലിയാ സാറേ. തോട്ടത്തിലെ തൊഴിലാളി പ്രശ്നം എങ്ങനെയാ പറഞ്ഞു തീർക്ക്? ചെമ്പൻ വിനോദിന്റെ സഹോദരനായ ഉല്ലാസ് ചെമ്പനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ അഭിനേതാവായി ആണ് ഉല്ലാസ് സിനിമാ രംഗത്ത് എത്തുന്നത്. നീ തൽക്കാലം കേസ് ഒതുക്കാൻ ഒരു തന്നെ പോലീസുകാർ കിട്ടുന്നത്. ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ് ആണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അങ്കമാലി ഡയറീസ്, സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, ജല്ലിക്കെട്ട്, ചുരുളി തുടങ്ങി സുലൈക്ക മൻസിൽ വരെ 7 സിനിമകൾ ഇതുവരെ ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. കൊല്ലം ശങ്കരനോ? പോലീസ് സ്റ്റേഷൻ ആവുമ്പോ പല കുറ്റവാളികളും കൊലപാതകളും വരും. 1980-കളുടെ അവസാനം പശ്ചാത്തലമാക്കി കേരള കർണാടക അതിർത്തിയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് അഞ്ചക്കള്ളക്കോക്കാൻ. നമ്മളവരുടെ ജീവചരിത്രവും കുടുംബചരിത്രവും അറിയാൻ നിൽക്കരുത്. അപ്പൊ ഈ കാലാവസ്ഥ അത്ര പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ലല്ലേ? പേര് പോലെ തന്നെ ഏറെ വ്യത്യസ്തമായ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ ശ്രദ്ധേയമായിരുന്നു. മലയാളി പ്രേക്ഷകർക്ക് അത്ര കണ്ട് സുപരിചിതമല്ലാത്ത മലയാളം വെസ്റ്റേൺ ട്രീറ്റ്മെന്റിലൂടെ പൊറാട്ട് എന്ന ഫോക്ക് കലാരൂപത്തെ മുൻനിർത്തിയാണ് ചിത്രത്തിന്റെ കഥ ഉല്ലാസ് ചെമ്പൻ അവതരിപ്പിക്കുന്നത്. മണികണ്ഠൻ ആചാരി, മെറിൻ ഫിലിപ്പ്, മേഘ തോമസ്, ശ്രീജിത്ത് രവി, സെന്തിൽ കൃഷ്ണ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. സംവിധായകൻ ഉല്ലാസ് ചെമ്പനും വിക്കിൽ വേണുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. ആർമോ ഛായാഗ്രഹണം ഒരുക്കുന്നു. മണികണ്ഠൻ അയ്യപ്പയാണ് സംഗീത സംവിധാനം. എഡിറ്റിംഗ് രോഹിത് VS. വാര്യത്ത്. ഷൂട്ടിംഗ് പൂർത്തിയായ ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്.